അസ്സലാമു അലൈക്കും ഓൾ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പെരി പെരി ചിക്കൻ പോക്കറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല അടിപൊളി നല്ല സോഫ്റ്റായിട്ട് ഉള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എന്തായാലും നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണിത്. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. കുറച്ച് വലിയ സൈസിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അതിനുശേഷം അത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. നമുക്കതിൻ്റെ റെസിപ്പി വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ഇളം ചൂടുപാലിൽ ഈസ്റ്റും പഞ്ചസാരയിട്ട് പൊങ്ങിയതിന് ശേഷം അത് 3 കപ്പ് മൈദയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി പിന്നെ എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും, മാവ് കുഴക്കുന്നത് അറിയുണ്ടാവുമല്ലോ. അപ്പോൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ കറക്റ്റ് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ കുഴച്ച മാവ് പൊങ്ങി വന്ന മാവ് ഒന്നുകൂടെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിതിൻ്റെ കറക്റ്റ് റെസിപ്പി വേണമെങ്കിൽ ഇത് തൊട്ട് മുമ്പത്തെ വീഡിയോ നോക്കിയാൽ മതി. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് നമുക്കൊരു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കണം. അതിനായിട്ട് തേങ്ങ, ഒരു 3 വെളുത്തുള്ളി, പിന്നെ എരിവിനനുസരിച്ച് എത്ര പച്ചമുളക് ഉണ്ട് അത്ര പച്ചമുളകും, പിന്നെ മല്ലിയിലയും പുതിനയിലയും മിക്സ് ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് ഉപ്പ് ചേർത്ത് അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് ചിക്കനാണ്. ബോൺലെസ് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ഒരു കസൂരി മേത്തി, പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ ഇതും, കുറച്ച് വിനെഗറും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പാനിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനിടയിൽ ഞാനൊരു 3 മുട്ട ബോയിൽ ചെയ്ത് അതിൻ്റെ ഷെല്ലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യണം. നന്ന് ക്രഷ് ചെയ്ത് ഇങ്ങനെ ചെറിയ പൊടിയായിട്ട് അങ്ങനെ ചെയ്യരുത്. നമുക്കിങ്ങനെ ഇതിൽ നിന്ന് കടിക്കാൻ കിട്ടണം, ആ ഒരു സൈസിലാണ് വേണ്ടത്. ഇതായിപ്പോൾ ഫില്ലിങ്ങിലുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചട്നിയും മുട്ട ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത്. ഞാനിപ്പോൾ മാവ് ഇതുപോലെ 2 വലിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി വലിയ ഷീറ്റായിട്ട് അത് പരത്തിയിട്ട് ഒരു അടുപ്പ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ അടയാളപ്പെടുത്താനൊന്ന് ആ സൈസ് ഉണ്ടല്ലോ, അപ്പോൾ കറക്റ്റ് നമുക്ക് അതിൻ്റെ മിഡിൽ ഭാഗത്ത് തന്നെ ഈ ഫില്ലിങ് വെക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ മിഡിൽ ഭാഗത്ത് ഈ ചട്നി ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ എല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു 3-4-5 പീസൊക്കെ ആയിട്ട് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത മുട്ടയുണ്ടല്ലോ, അതും എടുത്ത് വെച്ച് കൊടുക്കാൻ. ഇതിപ്പോൾ എല്ലാത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ, 3 കളറായിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വലുതായിട്ട് പരത്തിയ ഷീറ്റ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഒന്നിച്ചാക്കുന്നതുകൊണ്ട് വലിയ ഷീറ്റായിട്ടാണ് പരത്തിയത്. പിന്നെ നിങ്ങൾക്കിപ്പോൾ 3 പീസ് അങ്ങനെയൊക്കെ ആയിട്ട് മതിയെങ്കിൽ ആ ഒരു വലുപ്പത്തിൽ വട്ടത്തിൽ പരത്തിയെടുത്താൽ മതിയാവും. അതിൽ നിന്ന് ഇത് ഓരോന്ന് എടുത്തിട്ട് തിളച്ച എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളർ ആകാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഇത് വെന്ത് വരും. ഈസ്റ്റൊക്കെ ചേർത്ത മാവാണല്ലോ. ഇപ്പോൾ ഈ ഒരു ബണ്ണിൻ്റെ ഒരു ഷേപ്പിലാണ്, അത്ര സൈസിലാണ് ഞാൻ ആക്കിയത്. കാരണം എനിക്കിത് കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ വലിയൊരു സൈസ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയ സൈസ് മതിയെങ്കിൽ ചെറിയ അടപ്പെടുത്തിട്ട് കട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കട്ട് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നില്ലേ, ഇതിൻ്റെ ഉൾഭാഗം തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ലൈനായിട്ട് ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ പ്ലേറ്റ് വെച്ചിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഗസ്റ്റൊക്കെ വന്നാൽ തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഐറ്റമായിട്ട് തന്നെ നമുക്കിത് ഈ സ്നാക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നല്ല ടേസ്റ്റാണ്, ഇത് തിന്നാനും നല്ല ടേസ്റ്റാണ്. മുട്ടയുടെയും ചിക്കൻ്റെയും ചമ്മന്തിയുടെ ഒക്കെ ടേസ്റ്റ് ഒന്നിച്ചായിട്ട് തന്നെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമല്ലേ. കുട്ടികൾക്കും ഇത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.